ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മളെ വീട്ടിലൊക്കെ പൊരിക്കുന്നതൊക്കെ ബാക്കിയുള്ള വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചതുണ്ടാവില്ലേ, അതുകൊണ്ട് എങ്ങനെ ഈ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലക്ക് സോപ്പ് ഉണ്ടാക്കാമെന്ന് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഈ കിറ്റ് തന്നെ ഉണ്ട് എല്ലാം ഉണ്ടാക്കുന്ന രീതിയൊക്കെ, അതുപോലെ അതാ കളറ്, മണത്തിനാവശ്യമായത്, പിന്നെ സോപ്പ് നിർമ്മാണ ലായനി, പൊടി ഒക്കെ അതിൽ തന്നെ കിട്ടും കേട്ടോ. ഉണ്ടാക്കുന്ന രീതി അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 ബക്കറ്റ് ഓയിൽ, പിന്നെ കിറ്റിലുള്ള സാധനം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, പിന്നെ ഇളക്കാനൊരു കോലും വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ 700 ml വെള്ളം പാർന്നു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ കിറ്റിലും ഓരോ കണക്കായിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ ഒക്കെ അളവ്. അപ്പം അതിൽ എഴുതിയതൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഇതിലേക്ക് കാസ്റ്റിക് സോഡ ഒന്ന് ലയിപ്പിച്ചെടുക്കണം കേട്ടോ. ആ കിറ്റിലുണ്ടാകുന്ന കല്ലുപ്പ് പോലത്തെ സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മേലൊന്നും ആവാണ്ട് നോക്കണം കേട്ടോ. മേലായി കഴിഞ്ഞാൽ പൊള്ളാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം പോലെ ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കളറ് തന്നെ മാറിയിട്ട് പാൽ കളറായി കേട്ടോ. അപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് ഓയിലെടുത്ത്, പിന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് കുറച്ച് കളറ് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ടോ. അതിൽ തന്നിട്ടുള്ള കളറ് ചൂടായ എണ്ണയിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യണത്. അതുപോലെ സോപ്പ് നിർമ്മാണ പൊടി അതിലേക്ക് ഇടുക കേട്ടോ. ഇനി അപ്പോൾ ഇടുമ്പോൾ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിന് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോപ്പ് നിർമ്മാണ ലായനി പാർന്നു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ കുറച്ച് പാർന്നു കൊടുക്കണം കേട്ടോ. ഇതൊരു 10 മിനിറ്റൊക്കെ ഏകദേശം ഇളക്കി കൊടുക്കണം കേട്ടോ, നല്ല പോലെ മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒന്ന് നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ലയിപ്പിച്ച് വെച്ചിഞ്ഞ കാസ്റ്റിക് സോഡ അല്ലേ, അതും ഇതിലേക്ക് പാർന്നു കൊടുക്കുക. അതുപോലെ മണത്തിനാവശ്യമായിട്ടുള്ള അതും ഇതിലേക്കൊന്ന് പാർന്നു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ലാസ്റ്റത്തത് പാരുമ്പോൾ കട്ടെത്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, കട്ട കുത്തി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്മെല്ലിനുള്ളത് അതും പാർന്നു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി സ്പീഡിൽ ഇളക്കിയിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാനിതവിടെ ഒരു പരന്നൊരു പാത്രത്തിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടോ. അപ്പോൾ ഈ അതിലേക്ക് പാർന്നൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കട്ടെ നമുക്ക്. അപ്പോൾ പെട്ടെന്നൊരു 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം സെറ്റായത് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പം കട്ട് ചെയ്യണില്ല, ഇപ്പോൾ വൈകുന്നേരം ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നാളെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വിട്ട് പോകുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കവറിലോ എന്തിലെങ്കിലും ആക്കി വെക്കണം കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം വീട്ടിലൊക്കെ പഴയ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കിറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.